വീണ്ടും നമുക്ക് രണ്ട് വിശിഷ്ട അതിഥികളാണ് നമ്മുടെ TCVയുടെ കലോത്സവ സ്റ്റുഡിയോയിലേക്ക് കലാപൂരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നഗരപിതാവ് എന്ന് നമ്മൾ സാധാരണ മേയറെ പറയും, നമുക്ക് നഗരമാതാവ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അല്ലേ, ഒരുപാട് മാതാക്കളെ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. അതുകൊണ്ട് തന്നെ നമുക്കേറെ സുപരിചിതമായ ഒരു പേരാണ്. വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് വരുമ്പോൾ നമുക്കറിയാം, പുതിയ ഒരു നേതൃത്വം, പുതിയ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ചും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ കൂടുതലുള്ള ഒരു ഭരണ തുടർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഭരണ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണ്. ഈ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് ഏറ്റവും കൂടുതൽ ഒഴുകിയെത്തുന്ന ഒരുപക്ഷെ പെൺകുട്ടികൾ തന്നെയാണ്. അവരെ ഒരുക്കി വിടുന്ന അമ്മമാരാണ്. അപ്പോൾ രണ്ടുപേർക്കും, മേയർക്കും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള പ്രസാദ്, ഏറെക്കാലമായിട്ട് തൃശ്ശൂർക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. രണ്ടുപേർക്കും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു 4 ദിവസത്തെ തിരക്ക് പിടിച്ച ഷെഡ്യൂളുകൾ ഇങ്ങനെ അവസാനിക്കുമ്പോൾ, ഈ ദിവസം സന്ധ്യയോടെടുക്കുമ്പോൾ, നാളെ ഒരുപക്ഷെ ഇന്നത്തെ തിരക്കുണ്ടാവില്ല, പക്ഷേ നാളെ 4 മണിക്ക് ആയിരിക്കും ഈ കലോത്സവത്തിൽ ഏറ്റവും വലിയ തിരക്ക് വരാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ തിരക്കേറിയ ദിവസങ്ങൾ കടന്നുപോയത്? ആഹ്ലാദമായിരുന്നോ, ടെൻഷനായിരുന്നോ? വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ചാർജ് എടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു പരിപാടി, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരപ്രായക്കാരുടെ കലാമേള എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ മെയിൻ സംഘാടകരാകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അതുപോലെ ഇവിടേക്ക് തൃശ്ശൂരിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുവരേക്കും നല്ല ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. തുടക്കം മോശമായിട്ടില്ല അല്ലേ? നല്ലൊരു ഗംഭീരമായിട്ടുള്ള കലോത്സവ പൂരത്തോടു കൂടിയാണ് ഇവരുടെ അരങ്ങേറ്റം. എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ സംഘം എത്തിച്ചേരുമ്പോൾ അവർക്കുള്ള അക്കോമഡേഷൻ സെന്റർ മുതലുള്ള ഒരുക്കങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നേരത്തെ മേയറോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഈ ഭരണസമിതി ചാർജ് എടുത്ത ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രധാന പരിപാടിയായിരുന്നു ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പ് എന്നുള്ളത്. ഈ ഒരു കൗമാരക്കാരുടെ ഈ കലാപൂരം വിജയകരമാക്കുന്ന എല്ലാ പ്രവർത്തനവുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോയിട്ടുണ്ട്. താമസ സൗകര്യം ഒരുക്കി സ്കൂളുകളിൽ വെള്ളമായാലും വെളിച്ചമായാലും ഉൾപ്പെടെ എല്ലാ സൗകര്യവും എത്തിക്കാൻ മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളികൾ, നമുക്കറിയാം ഇത്രയേറെ ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ താമസിക്കുന്ന സ്ഥലം ടോയ്ലറ്റ് ക്ലീൻ ഉൾപ്പെടെ പ്രവർത്തികൾ കൃത്യമായി തന്നെ അതത് സമയങ്ങളിൽ ക്ലീൻ ചെയ്യുവാനും അതിന് ശുചീകരണ തൊഴിലാളി കൃത്യമായി വിന്യസിച്ചുകൊണ്ട് ആ പരിപാടി കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചത്. ഇന്ന് മന്ത്രി തന്നെ, സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് മന്ത്രി തന്നെ ഇന്ന് ശുചീകരണ തൊഴിലാളികളെ നമ്മുടെ ഈ പന്തലിൽ ഉണ്ടായി. അത്രയേറെ കൃത്യമായ രീതിയിൽ തന്നെ ശുചീകരണ തൊഴിലാളികളും കോർപ്പറേഷൻ്റെ വൈദ്യുതി വിഭാഗമായാലും വാട്ടർ ആയാലും കൃത്യമായി തന്നെ മുഴുവൻ സമയ സജ്ജമായി തന്നെ രംഗത്തുണ്ട്. ഇതിനകത്ത് വലിയൊരു കാര്യമാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഓരോ വേദികളുടെ സമീപത്തൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ട്. അവിടെ എല്ലാം വളരെ നീറ്റായിട്ട് ഒരു ക്ഷേത്രത്തിന്റെ മുറ്റം പോലെ മനോഹരമായിട്ടാണ് ഓരോ വേദിയുടെയും പരിസരങ്ങൾ അവർ സൂക്ഷിക്കുന്നത്. ഉത്തരവാദിത്ത കലോത്സവമാണല്ലോ, അതെല്ലാവരും ശരിക്കും ഏറ്റെടുത്തു എന്നുള്ളത് വലിയൊരു അഭിമാനത്തോടു കൂടെ നമുക്ക് തൃശ്ശൂർക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ശുചീകരണ തൊഴിലാളികള് 24 മണിക്കൂറാണ് സർവീസ്. അതെ, അതും വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഇപ്പം ആകെ എനിക്ക് 12 മണിക്കാണ് രാത്രി 12 മണിക്കാണ് ഭക്ഷണശാല നൽപ്പ് ഇവര് ഭക്ഷണം കഴിച്ച ആളുകൾ പുറത്തിറങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് പിന്നെ ക്ലീൻ ചെയ്ത് വീട്ടിലെത്തുന്നത് വെളുപ്പിനാണ്. കാലത്ത് വീണ്ടും അടുത്ത ഷിഫ്റ്റും കയറലായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ബന്ധപ്പെട്ട HIമാർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ സമയവും ശുചീകരണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ആക്റ്റീവ് രംഗത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രക്രിയ ഇങ്ങനെ മുടക്കമില്ലാതെ മുന്നോട്ട് പോകില്ല. ഞങ്ങൾ അധികം ജീവനക്കാരെ ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ കോർപ്പറേഷന്റെ ഒരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്, ഹെൽപ്പ് ലൈൻ ഡെസ്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ കലോത്സവം കഴിയുമ്പോൾ, അതായത് തൃശ്ശൂരിനെ മാതൃകയാക്കേണ്ട തൃശ്ശൂർ മോഡലിൽ വേണം ഇനി കലോത്സവം സംഘടിപ്പിക്കാൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരും. അത് തീർച്ചയായിട്ടും തൃശ്ശൂർ കോർപ്പറേഷൻ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഇനി വിശേഷങ്ങളിലേക്ക് പോകാം. അതായത് ഏതൊക്കെ വേദികൾ സമാധാനമായിട്ട് സന്ദർശിക്കാൻ സാധിച്ചു, ഏതൊക്കെ പ്രോഗ്രാമുകൾ കാണാൻ സാധിച്ചു, അങ്ങനെ സമയം കിട്ടിയോ? ആദ്യം മേയർ പറയാം. എനിക്ക് അധികം വേദികളിലേക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഓഫീസിലെ തിരക്കുകൾ. കീലയിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, സംഘനൃത്തം കണ്ടു. അത് 2 ഗ്രൂപ്പിന്റെയും കണ്ടു. ആദ്യത്തെ ദിവസം ഹയർ സെക്കൻഡറിയും മറ്റേത് സ്കൂളിന്റെയും കണ്ടു. പിന്നെ കണ്ട പരിപാടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് അധികം പരിപാടികൾ കാണാൻ സാധിച്ചില്ല. സമയം ഓക്കെ, ഓക്കെ. ഇരിക്കുമ്പോഴേക്കും വിളികൾ വരും. സങ്കല്പത്തിന്റെ അങ്ങോട്ടേക്ക് പോകാൻ ഒട്ടും ഇന്ന് അങ്ങോട്ട് അടുക്കാൻ ഭയങ്കര പാടാണ്. പൂരത്തിന്റെ തിരക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. അപ്പൊ ഞാൻ സംഘനൃത്തം കാണുകയായിരുന്നു. അപ്പോഴേക്കും അടുത്ത പരിപാടിക്ക് വിളിച്ചു. അതിന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഇവിടെ TCVയുടെ കലാരൂപത്തിലേക്ക് വന്നത്. ഇനി അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫുൾ ടൈം കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അല്ല, ഇനി സമയം കിട്ടുമ്പോൾ നമ്മുടെ TCVയുടെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ? എങ്ങനെയാണ് ഡെപ്യൂട്ടി മേയർക്ക്? അല്ല, എല്ലാ വേദികളും ഇതുപോലെ എത്തിയെങ്കിലും പരിപാടി കണ്ടിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് തന്നെയായിരുന്നു. നേരത്തെ മേയർ പറഞ്ഞ പോലെ തന്നെ ഈ കലോത്സവം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളും കൂടി ആകുമ്പോൾ മുഴുവൻ സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കലോത്സവം ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24/7 പോലെ കൺട്രോൾ റൂം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കലോത്സവ വേദിയിലൊരു പക്ഷേ പരിപാടി മുഴുവൻ സമയം കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് മാത്രമല്ല, കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്ത ജീവനക്കാർക്ക് ആർക്കും സാധിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം ഒരു മിനിറ്റെങ്കിലും ഇവർക്ക് ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ ഒരു അവസരം കൊടുത്തല്ലോ. നമുക്ക് വേദി വളരെ സജീവമായിട്ട്. അതിനു മുമ്പ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് വേണ്ടിയല്ല, വേറെ ചിലർക്ക് വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പൊ നമ്മൾ പൊതുവെ ഈ സംഘാടകരുമായിട്ടും കുട്ടികളുമായും ഇവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഈ ഗ്രൂപ്പ് ഡാൻസ് പോലുള്ള ഐറ്റം അവതരിപ്പിക്കുന്ന സമയത്ത്, അതുപോലെ ചവിട്ട് നാടകം ഇങ്ങനെയുള്ള ഇനം ഒക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ ഭാരിച്ച ചെലവുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിനെ പോയിന്റ് സമ്മാനിക്കുന്ന സ്കൂളുകൾക്ക്, കുറഞ്ഞപക്ഷം തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളുകൾക്കെങ്കിലും അവർ അവതരിപ്പിച്ച ഐറ്റത്തിന് വന്ന ചെലവിലേക്ക് ഒരു സമ്മാനം എന്ന നിലയിലോ ഒരു പിന്തുണ എന്ന നിലയിലോ ഒരു ചെറിയ സാമ്പത്തിക സഹായം, ഇപ്പം നമ്മൾ പുലിക്കളിക്കും അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പോലെ അതിനെക്കുറിച്ച് നമുക്കൊരു ചർച്ചയൊക്കെ നടത്തി ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് കോർപ്പറേഷൻ ഭാഗത്തു നിന്ന്? ഒന്നുകിൽ രണ്ടുപേരും കൂടെ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യപടിയായിട്ട് റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മുടെ കോർപ്പറേഷന്റെ പരേഡും ഇതൊക്കെ നടക്കാണല്ലോ, അതിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് A ഗ്രേഡ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. പങ്കെടുപ്പിച്ചുകൊണ്ട് ആദരിക്കുന്നുണ്ട്. ഈ പരേഡിന്റെ സമാപനത്തിൽ മേയർ ഇന്ന് കാലത്ത് ഔദ്യോഗികമായി യോഗം ചേർന്ന് ആദ്യം പ്രഖ്യാപിച്ച കാര്യമാണ് ഈ കലോത്സവത്തിൽ തൃശ്ശൂരിന് വേണ്ടി വിജയം കൈവരിച്ച കുട്ടികളെ, A ഗ്രേഡ് നേടിയ മുഴുവൻ കുട്ടികളെയും റിപ്പബ്ലിക് ഡേ ദിനത്തിലെ പരേഡിന് ബന്ധപ്പെട്ട് ആദരിക്കുന്നുണ്ട്. അവർ മറ്റ് സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് കോർപ്പറേഷൻ മാത്രം ജില്ലയിലാകമാനം സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെയൊക്കെ അനുമതിയോടുകൂടി മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എങ്കിലും അത്തരമൊരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത തുറന്നിടാനും അത്തരം കാര്യങ്ങൾ ചെയ്യാനും കോർപ്പറേഷൻ്റെ ഭരണസമിതി പരിപൂർണമായി സജ്ജമാണ്. മേയർ ഇന്ന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഒരു കുട്ടികളെ ആദരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ആർക്കും വിരോധമുള്ള കാര്യമില്ല. നിയമം അനുശാസിക്കുമ്പോൾ അതിന് തയ്യാറാണ്. അപ്പോൾ ഇത് നേരത്തെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഈ തീരുമാനം റിപ്പബ്ലിക് ഡേ എന്ന്. യെസ്, അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് അതൊന്ന് പ്രഖ്യാപിക്കാം, അല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം തൃശ്ശൂരിന് വേണ്ടി പോയിന്റ് നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും, A ഗ്രേഡ് നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും റിപ്പബ്ലിക് ഡേ ദിനത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ സമാപന ചടങ്ങിൽ വെച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ ആദരിക്കും എന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും ചേർന്ന് TCV സ്റ്റുഡിയോയുടെ കലാപൂരത്തിൽ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനം ആദ്യമായിട്ട് ഇവിടെയാണ് പറയുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായി നമ്മുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് നഗരഭരണം കൈയാളുന്ന ഭരണാധികാരികൾ തയ്യാറാകുന്നു, അതിന് മനസ്സ് കാണിക്കുന്നു. അവർക്ക് വേണ്ടി അനുഭാവപൂർവ്വം ഇപ്പം സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും എന്നുള്ള വാക്ക് നൽകുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇത് തന്നെ, അതായത് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ചിലവുകൾ വായിച്ചാണ് ഓരോ മത്സരാർത്ഥികളും വരുന്നത്. അത് കലയോടുള്ള ഒരു അർപ്പണമാണല്ലേ. അപ്പൊ അത് കണ്ട് അത്രയും പോയിന്റ് നേടുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പം അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ സംഭവിക്കട്ടെ. എന്തായാലും മാം ഒരുപാട് സന്തോഷം. മേയർ ഇന്ന് കാലത്തെടുത്ത മറ്റൊരു തീരുമാനം, റിപ്പബ്ലിക് ഡേ ദിനത്തിൽ പതാക ഉയർത്തിയ ശേഷം മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ മുഴുവൻ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഈ നഗരത്തിൽ കഴിഞ്ഞ 5 ദിവസക്കാലമായി ഏതാണ്ട് 24/7 എന്ന് പറഞ്ഞാണ് പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളിക്കൊപ്പമാണ്. അത് ഇന്ന് കാലത്ത് ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചു. ശുചീകരണ തൊഴിലാളിക്കൊപ്പമാണ് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ മേയറും ഭരണസമിതി മുഴുവൻ ആളും പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് എടുത്ത തീരുമാനമാണെന്നത്.
തീർച്ചയായിട്ടും ഇത് നമ്മുടെ കോർപ്പറേഷന് വേണ്ടി പ്രവർത്തിച്ച, ഒപ്പം ഈ ഇവന്റ്, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറ്റവും വൃത്തിയായി, ശുചിയായി, ഉത്തരവാദിത്തത്തോടെ നടത്താൻ സഹായിച്ച മുഴുവൻ ശുചീകരണ തൊഴിലാളികൾക്കുമുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് കോർപ്പറേഷൻ ഭരണസമിതിയോടൊപ്പം ഇരുന്ന് റിപ്പബ്ലിക് ദിനത്തിൽ പ്രഭാത ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. ഒപ്പം ഇനി ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടൊന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ടീം TCVയുടെ ഈ ഒരു കലോത്സവത്തിലെ ഒരു പ്രോഗ്രാമും ഇതിന് ഒരുക്കത്തെ കുറിച്ച് തുടങ്ങി ഇതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ട്? വളരെ നന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ നല്ലൊരു ആവേശം കാണാനുണ്ട്. ഇതിലിപ്പോൾ എല്ലാ പരിപാടികളും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടെ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്, അതാ പറഞ്ഞേ, മൊമെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും, ഞാൻ പറയുകയാണെങ്കിൽ ഒരു സംസ്ഥാനം മുഴുവൻ ഈ കുട്ടികളുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം അല്ലേ? സംസ്ഥാനം മുഴുവൻ, പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ ഇവിടെ അത് ലോകത്തെങ്ങും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് TCVയും നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാവിധ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, അവരുമായിട്ട് സംവദിക്കുന്നു, അവര് പ്രോഗ്രാംസ് ഇവിടെ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ഇതൊരു വേദിയാക്കി. അതെ അതെ. അപ്പൊ അതെ അപ്പൊ അതൊക്കെ വലിയൊരു പ്രോത്സാഹനം കുട്ടികൾക്ക്. അങ്ങനെ ലോകത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം തോന്നുന്നു. ഒരു സംസ്ഥാനം മുഴുവൻ, ഒരു ഗവൺമെന്റ് മുഴുവൻ, അധ്യാപകരെ മൊത്തം കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഊട്ടുപുരയിലൊക്കെ പോയിപ്പോ അവിടെ റിട്ടയർ ചെയ്ത അധ്യാപകരൊക്കെ സഹായിക്കാനായിട്ട് വന്നേക്കണു. പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ SPC, സ്കൗട്ട്സ്, ഗൈഡ്സ്, കുട്ടികൾ കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ NSS അവർ വോളണ്ടിയർ ആയിട്ട് വന്ന് ഭക്ഷണം വിളമ്പാനും മറ്റും സഹായിക്കുന്ന കുട്ടികൾ, അവരുടെ സർവീസ് വളരെ വലുതാണ്. നമ്മളിപ്പോ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും ഒക്കെ ആളുകളുണ്ടാവും. ഇവിടെ വന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്നു. ബാക്ക് സ്റ്റേജിൽ അല്ലെങ്കിൽ അണിയറയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ, ഊട്ടുപുരയിൽ ഭക്ഷണം വിളമ്പുന്ന കുട്ടികൾ. ഞാനൊരു ദിവസം നോക്കിയപ്പോൾ പപ്പടം കൊണ്ടുപോകുന്ന പെൺകുട്ടി, ആ കുട്ടിയുടെ ഉടുപ്പുമ്പോൾ മുഴുവൻ പപ്പടത്തിന്റെ എണ്ണയയക്കാണ്. ആ കുട്ടി അറിഞ്ഞിട്ടില്ല, ഫുൾ എണ്ണയയക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഏപ്രൺ ഇട്, അല്ലെങ്കിൽ അതിന്റെ അടിയിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പപ്പടം വെക്കി. കുട്ടിയുടെ മേത്ത് മുഴുവൻ പപ്പടത്തിന്റെ എണ്ണയാണ്. ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് കാണുന്നത്. അങ്ങനെ ആ കുട്ടികളെ കൂടി നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം എന്നാണ്. പ്രത്യേകിച്ച് TCVക്ക് ഞാനൊരു സജഷൻ വെക്കുകയാണ്. അവരിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് അവർക്കും ഒരു പരിപാടി കാണാൻ പറ്റുന്നില്ലല്ലോ. അവരെയും അഭിനന്ദിക്കാനായിട്ട് നമ്മളൊരു അവസരം ഒരുക്കണം. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒപ്പം എങ്ങനെയാണ് TCVയുടെ ഒരു തത്സമയ സംപ്രേഷണവും വാർത്തകളും ഒക്കെ? TCV നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു തർക്കരഹിതമായ കാര്യമാണ്. ഈ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഈ കലാപൂരവും TCV ഏറ്റെടുത്ത് അത് ഏറ്റവും കൂടുതൽ ആളുകൾ TCVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ TCV സ്വാഭാവികമായിട്ട് മുൻഗണന ചെയ്ത പോലെ തന്നെ, പുതിയ കാര്യമായി തോന്നുന്നില്ല, പൂരമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് പോലെ തന്നെ ഈ കലാപൂരവും മാതൃകാപരമായി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. എല്ലാ അഭിനന്ദനവും അർപ്പിക്കുകയാണ്. സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സമയം കുറച്ച് കൂടുതലെടുത്തു, പക്ഷേ ക്ഷമയോട് കൂടി നിന്നു. അപ്പോൾ അതിനെല്ലാം ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഒപ്പം നിങ്ങൾക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ, ഈ ചുമതലയിൽ വന്നതിന് ശേഷം അഭിമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ ഒരു സംഘാടന മികവിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ.